നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പുമായി സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം രംഗത്തെത്തി. ഇന്നു മുതൽ ഏപ്രിൽ 16 ശനിയാഴ്ച വരെ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് സൗദി സിവിൽ ഡിഫൻസ് നിർദ്ദേശം നൽകി. മഴയോടൊപ്പം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. മഴ കനത്താൽ വെള്ളപ്പൊക്കത്തിന് കാരണമായേക്കാം. അതിനാൽ ജാഗ്രത പുലർത്തണം. ഈ സാഹചര്യം നേരിടാൻ ജനങ്ങൾ മുൻകരുതലുകൾ എടുക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്ക സാധ്യതാ പ്രദേശങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സൗദി സിവിൽ ഡിഫൻസ് നിർദ്ദേശിക്കുകയുണ്ടായി. റിയാദ്, മക്ക, മദീന, അൽബഹ, അസീർ, ജീസാൻ, നജ്റാൻ, ഖസീം, ഹായിൽ, ഷർഖിയ എന്നീ പ്രവിശ്യകളിൽ മിതമായ മഴ പെയ്യുമെന്നും ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അന്തരീക്ഷത്തിലുണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കാനും വെള്ളക്കെട്ടുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും സിവിൽ ഡിഫൻസിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും ഔദ്യോഗിക വക്താവ് മുഹമ്മദ് അൽ ഹമദി ആഹ്വാനം ചെയ്തു. ഖത്തറിൽ വാരാന്ത്യത്തിൽ ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റിനും ചെറിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 13 ബുധനാഴ്ച മുതൽ അടുത്ത ആഴ്ചയുടെ ആരംഭം വരെ ചിലയിടങ്ങളിൽ കാലാവസ്ഥ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്ന് QMT അറിയിച്ചു കഴിഞ്ഞു. വടക്കുകിഴക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിലാണ് കാറ്റ് വീശുക. ചിലയിടങ്ങളിൽ കാറ്റിന്റെ വേഗത 25 നോട്ട് വരെ ഉയരാൻ സാധ്യതയുമുണ്ട്. പൊടിപടലങ്ങൾ ഉയരാനും ദൃശ്യപരത കുറയാനും സാധ്യത കൽപ്പിച്ചിരിക്കുകയാണ്. ഈ സമയങ്ങളിലെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ രാവിലെ 24 തുടങ്ങി 36 ഡിഗ്രി സെൽഷ്യസും വൈകിട്ട് 15 തുടങ്ങി 23 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും താപനില. അതേസമയം ചെറിയ വാഹനാപകടങ്ങളിൽ സഹായം എത്തിക്കാൻ വേണ്ടിയുള്ള സംവിധാനം വികസിപ്പിച്ചിരിക്കുകയാണ് സൗദി അറേബ്യ. ഇതിനുവേണ്ടി ട്രാഫിക് സേവനം ഇനി സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. സേവനം നൽകുന്ന സംവിധാനത്തിന്റെ ആദ്യഘട്ടം സൗദിയിൽ ആരംഭിച്ചു കഴിഞ്ഞു. നംജ് ഇൻഷുറൻസ് സർവീസ് കമ്പനിയുമായി സഹകരിച്ചാണ് പുതിയ സംവിധാനം തുടങ്ങിയിരിക്കുന്നത്. അടുത്ത ആഴ്ച മുതൽ പുതിയ സംവിധാനം തുടങ്ങുന്നതായിരിക്കും. പുതിയ സംവിധാനം വഴിയുള്ള പ്രയോജനം ലഭിക്കണമെങ്കിൽ ഇൻഷുറൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപകടത്തിൽ മരണമോ പരിക്കോ ഇല്ലാതിരിക്കണം. കൂടാതെ അപകടസ്ഥലം നജ്മിന്റെ പ്രത്യേക പരിധിക്കുള്ളിലായാൽ മാത്രമേ സേവനത്തിന്റെ ഗുണം ലഭിക്കുകയുള്ളൂ എന്ന് ജനറൽ ട്രാഫിക് വകുപ്പ് വ്യക്തമാക്കി. വലിയ അപകടമുള്ള സ്ഥലത്താണെങ്കിൽ ട്രാഫിക് കുരുക്ക് ഒഴിവാക്കാൻ സഹായിക്കുന്ന പ്രത്യേക സേവനം നംജ് ആപ്ലിക്കേഷൻ വഴിയാണ് ലഭിക്കുന്നത്. അപകടത്തിന് ശേഷം സേവനങ്ങൾ സുഗമമാക്കുന്നതിനും ട്രാഫിക് അപകടമുണ്ടായാൽ റോഡിലെ തിരക്ക് കുറയ്ക്കുന്നതിനും പുതിയ സേവനത്തിലൂടെ സാധിക്കുന്നതായിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.